ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേൺ പ്രോഗ്രാമിംഗ് ഇൻ മലയാളം. നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എൻറ്റിറ്റി ഫ്രെയിംവർക്കിൻ്റെ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു പേജിൽ കാണുന്ന ഔട്ട്പുട്ട് റിയൽ ഡാറ്റാ ബേസിൽ നിന്ന് ക്വറി എടുത്ത് ഒരു ജേസൺ റെസ്പോൺസ് എങ്ങനെ നമുക്ക് കാണിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത സ്റ്റെപ്സാണ്. ഓക്കെ, ആ സ്റ്റെപ്സ് കുറച്ചധികം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് അതിൻ്റെ സ്റ്റെപ്സ് നോക്കിയിട്ട് കോഡ് വാക്ക് ത്രൂ ആയിരിക്കും ഒരു വീഡിയോയിൽ തരുന്നത്. ഓക്കെ, ഇത് സക്സസ്ഫുള്ളി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വൽ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഡാറ്റ ബേസിക് ലെവലിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ ഡാറ്റ ഫെച്ച് ചെയ്ത് ഔട്ട്പുട്ട് കാണിക്കുന്ന ആ ഒരു ലെവലിലേക്ക് നമ്മൾ അഡ്വാൻസ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓറമിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ ഫർദർ വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഡാറ്റാബേസിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യാം, അതിന് എന്തൊക്കെ ഫയൽസ് വേണം, അതിൽ എന്തൊക്കെ കോൺഫിഗറേഷൻസ് ആഡ് ചെയ്യണം, മൈഗ്രേഷൻസ് എന്താണ് ഒക്കെ നമ്മൾ കൺസെപ്റ്റ് മാത്രമാണ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ അതിൻ്റെ കോഡ് വാക്ക് ത്രൂ ആണ്. കാരണം സ്റ്റെപ്സ് കുറേ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ജിറ്റബ് സോഴ്സ് കോഡ് ലിങ്ക് നമ്മൾ ഈ ഒരു വീഡിയോയിൽ തരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഔട്ട്പുട്ട് റിയൽ ഡാറ്റാബേസിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് ആദ്യം നമുക്ക് നോക്കാം. ഈ ഒരു ആക്ച്വൽ ഡാറ്റാബേസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു സ്റ്റുഡൻസ് ടേബിളിൽ നിന്നുള്ള ഈ ഒരു ഡാറ്റയാണ് നമ്മുടെ ഔട്ട്പുട്ട് പേജിൽ വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ഫസ്റ്റ് നമുക്ക് ആദ്യം ഇതിൻ്റെ സ്റ്റെപ്സ് നോക്കാം, അതിനുശേഷം കോഡ് നോക്കാം. ഓക്കെ, ഈ ഒരു സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഡാറ്റാബേസിലേക്ക് കണക്ഷൻ അല്ലെങ്കിൽ ഡാറ്റാബേസിനോട് എന്താ പറയുക, നമ്മുടെ ഫ്രെയിംവർക്കിന് അല്ലെങ്കിൽ കോഡിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, ഈ പാക്കേജസ് നിങ്ങൾക്ക് ഗെറ്റ് പാക്കേജസ് വഴിയാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ബേസിക്കലി നമുക്ക് രണ്ട് പാക്കേജസ് ആണ് ആദ്യമായിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു പാക്കേജാണ്. ഓക്കെ, രണ്ടാമത്തെ പാക്കേജ് എന്ന് പറയുന്നത് എൻറ്റിറ്റി ഫ്രെയിംവർക്ക് കോർ ടൂൾസും, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് SQL സെർവറുമാണ്. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഈ പ്രോജക്റ്റ് ഫസ്റ്റ് സ്റ്റോപ്പ് ചെയ്യണം. ഈ ഒരു പാക്കേജ് ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഈ .NET CLI ഇൻസ്റ്റാൾ ചെയ്യണം. അത് ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെങ്കിൽ അതിൻ്റെ എക്സാക്ട് കമാൻഡ് നമ്മൾ കമൻറ്റ് സെക്ഷനിൽ കണ്ടന്റിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കാരണം ഓൾറെഡി .NET ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ മിക്കവാറും ഈ ഒരു കമാൻഡ് നിങ്ങളുടെ സിസ്റ്റത്തിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിനുശേഷം ഈ ഒരു പാക്കേജ് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കമാൻഡ് വഴിയാണ് നമ്മൾ ഇത് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു താഴെ കാണുന്ന പാക്കേജ് മാനേജർ കൺസോൾ വഴി ആക്ച്വലി ഈ പാക്കേജസ് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ ഓൾറെഡി ഈ ഒരു പാക്കേജ് ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പാക്കേജ് മാനേജർ കൺസോൾ അല്ലെങ്കിൽ ഇവിടെ PM എന്ന് കാണാം, ഈ ഒരു കൺസോളിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ പാക്കേജ് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ആഡ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഈ സെക്കൻഡ് പാക്കേജ് നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഇത് ഓൾറെഡി എന്താ പറയുക, ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ആയിട്ടായിരിക്കും ഇത് വരുന്നത്. അപ്പം നമ്മുടെ പ്രൊജക്റ്റിൽ ഇത് ഓൾറെഡി ആഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും തന്നെ സംഭവിക്കില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ടൂൾസും നമുക്ക് ആഡ് ചെയ്യണം. ഓക്കെ, ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ കഴിഞ്ഞു. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് .NET കോറിൻ്റെ ഒരു empty ടെംപ്ലേറ്റ് വെച്ചിട്ടാണ്. ഓക്കെ, ഈ പ്രൊജക്ട് ക്രിയേഷനൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു .NET 10ൻ്റെ സീരീസ് ഫ്രം വെരി ബേസിക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രൊജക്ട് ക്രിയേഷൻ സ്റ്റെപ്പൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു വീഡിയോയുടെ എൻഡിൽ നമ്മൾ ലിങ്ക് ചെയ്യുന്നതാണ്. അപ്പോൾ പ്രൊജക്ട് ക്രിയേഷനിലൊക്കെ ഡൗട്ടുള്ളവർ ആ ഒരു സീരീസിലെ ബേസിക് സ്റ്റെപ്സ് കണ്ടിട്ട് ഈ ഒരു സീരീസ് ഫോളോ ചെയ്യുക. ഓക്കെ, നമ്മളൊരു ബേസിക് MVC സ്ട്രക്ചർ മാനുവലി ആണ് ഇത് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ മോഡൽ ക്രിയേഷൻ ആണ്. ഓക്കെ, ഇപ്പോൾ മോഡൽ ക്രിയേഷൻ നമ്മളൊരു ബേസിക് എക്സാമ്പിൾ ഒരു സ്റ്റുഡൻസിൻ്റെ മോഡൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോഡ് നമുക്ക് നോക്കാം. ഇതൊരു സ്റ്റുഡൻറ് മോഡലാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതൊരു വളരെ ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഫീൽഡാണ് ഈ ഒരു സ്റ്റുഡൻറ് ടേബിളിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ഈ ID എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറി കീ ആണ്, നമ്മുടെ ഡാറ്റാബേസ് ടേബിളിൻ്റെ പ്രൈമറി കീയും ഈ നെയിമും ഇമെയിൽ എന്ന് പറയുന്നത് മറ്റ് രണ്ട് ഫീൽഡ്സുമാണ്. ഓക്കെ, ഇതിൽ നമ്മൾ ജസ്റ്റ് കൺസ്ട്രെയിൻസ് ചില വാലിഡേഷൻസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ രണ്ട് ഫീൽഡും റിക്വയർഡ് ആയിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീപ്പായിട്ട്
വരുന്ന വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതൊരു നമ്മൾ EF കോർ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ബേസിക് മോഡൽ മാത്രമാണ്. ഈ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് DB കോണ്ടെക്സ്റ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. കാരണം ഈ DB കോണ്ടെക്സ്റ്റ് ക്ലാസ് ആണ് ആക്ച്വലി നമ്മുടെ ഡാറ്റാബേസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ DB കോണ്ടെക്സ്റ്റ് ക്ലാസ് ഒരു പ്രൊജക്ട് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റ എന്ന് പറയുന്ന ഡയറക്ടറിയിലാണ് DB കോണ്ടെക്സ്റ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു empty ടെംപ്ലേറ്റിൽ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോൾഡർ ഒന്നും ബൈ ഡിഫോൾട്ട് അവിടെ ഉണ്ടാവില്ല. നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡാറ്റ എന്ന് പറയുന്ന ഫോൾഡർ ഇവിടെ നിന്ന് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആഡ് ന്യൂ ഫോൾഡർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഡാറ്റ എന്ന് പറയുന്ന ഫോൾഡർ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റ ഫോൾഡർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ആപ്പ് DB കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ DB കോണ്ടെക്സ്റ്റ് ക്ലാസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ ഡീപ്പായിട്ട് നമ്മുടെ MVC സീരീസിൽ ഓരോ സെക്ഷൻസും ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. കാരണം ഈ ഒരു സീരീസ് നമ്മുടെ EF കോർ പോയിന്റ് ഓഫ് വ്യൂവിലുള്ളതായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെറ്റപ്പ് ഒക്കെ ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഡാറ്റാബേസ് ഓപ്പറേഷൻസ് EF കോർ യൂസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ആയിരിക്കും. ഓക്കെ, ഇത് അതിൻ്റെ ഒരു സെറ്റപ്പ് വീഡിയോ മാത്രമാണ്. കാരണം ഇനീഷ്യലി ഈ ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫർദർ EF കോർ ഡീപ്പായിട്ട് പഠിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇതിൽ DB കോണ്ടെക്സ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു DB സെറ്റാണ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. കാരണം ഈ സ്റ്റുഡൻറ് DB സെറ്റ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റുഡൻറ് ടേബിളിലെ ഡാറ്റ നമ്മൾ ക്രിയേഷനും ക്വറിയിങ്ങും ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു DB കോണ്ടെക്സ്റ്റ് ക്ലാസ്സും നമ്മുടെ ഇപ്പോൾ ഉള്ള ഒരു സിംഗിൾ മോഡലിൻ്റെ DB സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റാബേസ് കണക്ടിവിറ്റിയാണ്. ഓക്കെ, ഇപ്പോൾ ഡാറ്റാബേസ് കണക്ടിവിറ്റി നമ്മൾ ലോക്കലി ചെയ്യാനായിട്ട് ഈ ഒരു ആപ്പ് സെറ്റിംഗ്സ് .json എന്ന് പറയുന്ന ഫയലിലാണ് ഡാറ്റാബേസ് സെറ്റിംഗ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഈ കണക്ഷൻ സ്ട്രിങ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു കോഡൊക്കെ ജിറ്റ്ഹബിലെ ലിങ്ക് നമ്മൾ ലാസ്റ്റ് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അത് അതിൽ ആ കമ്മിറ്റി ഹിസ്റ്ററി നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും സ്റ്റക്ക് ആവുന്നുള്ള പേടി വേണ്ട. ഈ ഒരു എക്സാക്ട് കോഡ് നിങ്ങൾക്ക് ജിറ്റ്ഹബിൽ നിന്ന് നോക്കി മനസ്സിലാക്കി മാനുവലി നിങ്ങളുടെ പ്രോജക്റ്റിലേക്ക് ആഡ് ചെയ്തിട്ട് ഇത് ഫുള്ളി ട്രൈ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിലെ ഡാറ്റാബേസ് നെയിം എന്നാണ് സ്റ്റുഡൻറ് EF DB എന്നാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാബേസ് കണക്ടിവിറ്റിയുടെ കണക്ഷൻ സ്ട്രിങ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കണക്ഷൻ സ്ട്രിങ് ആഡ് ചെയ്താലും ഈ സർവീസസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് നമ്മുടെ program.cs രജിസ്റ്റർ ചെയ്യണം. അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ program.css നിങ്ങൾ ഇനീഷ്യലി ഒരു empty ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെ മിനിമൽ ആയിരിക്കും. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്ന കുറച്ച് ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ കൺട്രോളർ ആൻഡ് വ്യൂസ് എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ റൗട്ടിംഗ് എന്താണ് കൺട്രോളർ മാപ്പിംഗ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മളിപ്പോൾ ആഡ് ചെയ്ത DB കോണ്ടെക്സ്റ്റിൻ്റെ കണക്ഷൻ സ്ട്രിങ്ങും നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ബേസിക് ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ DB കോണ്ടെക്സ്റ്റിൻ്റെ സെറ്റപ്പ് അവിടെ കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, ഇപ്പോഴും നമ്മുടെ ഫുൾ സ്റ്റെപ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇപ്പോൾ ആക്ച്വലി മോഡൽ DB കോണ്ടെക്സ്റ്റും മോഡലും പിന്നെ കണക്ഷൻ സ്ട്രിങ്ങും മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രമേ ഒരു വീഡിയോ കാണാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മൈഗ്രേഷൻ അല്ലെങ്കിൽ ഡാറ്റാബേസിലേക്ക് ചേഞ്ചസ് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോഡൽ എപ്പോഴും മൈഗ്രേഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് മോഡൽ ക്ലാസ്സിൽ ഒരു ചേഞ്ച് വരുമ്പോഴാണ്. ഓക്കെ, മോഡലിൽ പുതിയൊരു കോളം ആഡ് ചെയ്തു അല്ലെങ്കിൽ പുതിയൊരു മോഡൽ ആഡ് ചെയ്തു, അങ്ങനെ മോഡലിൽ ഒരു ചേഞ്ചസ് വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ മൈഗ്രേഷൻ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതും നമുക്ക് ഈ ഒരു കൺസോളിൽ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു കമാൻഡിൻ്റെ ഒരു ബേസിക് സിൻടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തേക്കുന്ന .NET EF മൈഗ്രേഷൻസ് ആഡ് എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളതാണ് കമാൻഡ്. അതിന് ശേഷമുള്ള ഈ ഒരു നെയിം എന്ന് പറയുന്നത് ആക്ച്വലി അതിൻ്റെ പേരാണ്. ഓക്കെ, നിങ്ങൾ ഇനീഷ്യലി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ട്രഡീഷണൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇനീഷ്യൽ ക്രിയേറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് മൈഗ്രേഷൻ എന്ന നിലയ്ക്കാണ് ഈ ഒരു പേര് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഫർദർ മൈഗ്രേഷൻസ് വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ എന്താണോ ചെയ്തേക്കുന്നത്, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ആഡ് റോൾ നമ്പർ ടു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോളമാണ് ആഡ് ചെയ്തെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് അങ്ങനത്തെ ഒരു പേരായിരിക്കും ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഈ ഒരു കമാൻഡ് നിങ്ങൾക്ക് നെക്സ്റ്റ്
പാക്കേജ് മാനേജർ കൺസോളിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി ഡാറ്റാബേസ് ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കാര്യം ക്രിയേറ്റ് ആവുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കേസിൽ ഈ ഒരു മൈഗ്രേഷൻസ് ഒക്കെ ഓൾറെഡി ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ എക്സിക്യൂട്ടഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാറ്റാബേസിൽ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും തന്നെ വരുന്നതല്ല. ഓക്കെ, പക്ഷെ ഈ ഒരു സ്റ്റെപ്പ് വരുമ്പോൾ ആക്ച്വലി നമ്മുടെ മൈഗ്രേഷൻ ഫയൽസ് ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോഴും ഈ ഒരു സ്റ്റെപ്പിലും നമ്മുടെ 6ാമത്തെ സ്റ്റെപ്പിലും ആക്ച്വലി എന്താണ് ടേബിൾ ക്രിയേഷൻ നടക്കില്ല. ഓക്കെ, ഇപ്പം ഇവിടെ ആക്ച്വലി എനിക്കൊരു എററാണ് വന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇനീഷ്യൽ ക്രിയേറ്റ് എന്ന് പറയുന്ന മൈഗ്രേഷൻ ഞാൻ ഓൾറെഡി ഇവിടെ ക്രിയേറ്റഡ് ആണ്. ഇവിടെ നിങ്ങൾക്ക് മൈഗ്രേഷൻ ഫോൾഡറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ മൈഗ്രേഷൻസ് എന്ന് പറയുന്ന ഡയറക്ടറിയിലാണ് മൈഗ്രേഷൻ ഫയൽസ് വന്ന് സേവ് ആവുന്നത്. ഓക്കെ, അപ്പം ഇത് ഒരു C# ഫയലായിരിക്കും. അപ്പോൾ ഇതിലെ ഫയൽസ് എല്ലാം ആക്ച്വലി ഓട്ടോ ജനറേറ്റഡ് ആണ്. വളരെ റെയർ സിറ്റുവേഷൻസിൽ മാത്രമേ നമുക്ക് മാനുവലി എഡിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഫയൽ ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഇനീഷ്യൽ ക്രിയേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ആവും. അപ്പോൾ അതിൽ ബേസിക്കലി എന്താ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ബേസിക്കലി 2 മെത്തേഡ്സ് ആണ് ഉണ്ടാവുക. ഒന്നെന്ന് പറയുന്നത് അപ്പ് എന്ന് പറയുന്ന മെത്തേഡും 2 എന്ന് പറയുന്നത് ഡൗൺ എന്ന് പറയുന്ന മെത്തേഡും. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു നമുക്ക് ഈ മൈഗ്രേഷൻസ് റോൾ ബാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അൺഡു ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഈ അപ്പ് എന്ന് പറയുന്ന മെത്തേഡ് ആക്ച്വലി നമ്മൾ ഡാറ്റാബേസ് അപ്ഡേറ്റ് ചെയ്യാൻ നേരത്ത് ടേബിൾ ക്രിയേഷൻസിനും അല്ലെങ്കിൽ കോളം ആഡ് ചെയ്യാനൊക്കെ ആയിട്ടാണ്, കോളം റിമൂവ് ചെയ്യാനൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ക്രിയേറ്റ് ടേബിളിനകത്ത് നമ്മൾ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ ID ആൻഡ് നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബാക്കിയൊക്കെ ഈ ഒരു ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് SQL സെർവറിൽ വന്നേക്കുന്ന ഡാറ്റാബേസിൻ്റെ കൈൻഡ് ഓഫ് കോളംസും അതിൻ്റെ ഡാറ്റ ടൈപ്പും ബാക്കി റൂൾസും കാര്യങ്ങളാണ്. ഇതിൽ പ്രൈമറി കീ എന്ന് പറയുന്നത് ID ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫൈനലി കാരണം നമുക്ക് ഈ ഒരു മോഡൽ ക്ലാസ് എന്ന് പറയുന്നത് ഒരു C# ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യത്തിനെ ഡാറ്റാബേസിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ കൺവേർട്ട് ചെയ്തിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് SQL ഡാറ്റാബേസിൽ നമുക്ക് ടേബിൾ ക്രിയേറ്റ് ആവുന്നത്. ഓക്കെ, ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഓൾമോസ്റ്റ് ഈക്വൽ ടു നിങ്ങളിവിടെ ക്രിയേറ്റ് ചെയ്ത സ്റ്റുഡൻറ്റിൻ്റെ മോഡൽ. കാരണം ഇവിടെ ID ഉണ്ട്, നെയിം ഉണ്ട്, ഇമെയിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യത്തിനെ SQLിലേക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്തതാണ് ഈ ഒരു മൈഗ്രേഷൻ ഫയലിൽ ജനറേറ്റ് ആയി വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ കഴിയുന്നത് ഇതിൽ മാനുവലി എഡിറ്റ് ചെയ്യാതിരിക്കുക. കാരണം ഇതൊരു മോഡൽ ചേഞ്ച് എലോങ് ആയിട്ട് പോകുന്നൊരു കാര്യമാണ്. വളരെ റെയർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ, അത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വീഡിയോസിൽ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ആ ഒരു സിറ്റുവേഷൻസിൽ മാത്രമാണ് ഈ ഒരു എന്താ പറയുക ഈ മൈഗ്രേഷൻ ഫയലിലൊക്കെ നമ്മൾ മാനുവലി എഡിറ്റിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ അപ്പ് മെത്തേഡിൽ ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഡൗൺ മെത്തേഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ റിവേഴ്സ് ആക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഡ്രോപ്പ് ടേബിളാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഡൗൺ നമ്മളിപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു മൈഗ്രേഷൻ ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഈ ഒരു മൊമെൻറ്റിലും ഡാറ്റാബേസിൽ ഒരു ചേഞ്ചും സംഭവിച്ചിട്ടില്ല. ഓക്കെ, നമ്മുടെ മോഡലിൽ നിന്ന് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ആയി മൈഗ്രേഷൻസ് എന്ന് പറയുന്ന ഡയറക്ടറിയിൽ. അത് മാത്രമാണ് ഇപ്പോൾ സംഭവിച്ച ചേഞ്ച്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി എന്താണ് ഡാറ്റാബേസ് അപ്ഡേറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ടേബിൾ ക്രിയേഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന കമാൻഡ് എന്ന് പറയുന്നത് എന്താണ് EF ഡാറ്റാബേസ് അപ്ഡേറ്റ് എന്ന് പറയുന്ന കമാൻഡാണ്. ഓക്കെ, ഈ ഒരു കമാൻഡ് ആക്ച്വലി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഡാറ്റാബേസിലെ പെൻഡിങ് മൈഗ്രേഷൻസ് എക്സിക്യൂട്ട് ആവുന്നത്. ഓക്കെ, ഈ പെൻഡിങ് മൈഗ്രേഷൻസ് എന്ന് ഞാൻ പറയാൻ കാരണം ചില സമയത്ത് നിങ്ങൾ അറ്റ് ദ സെയിം ടൈം 1-2 മോഡൽസ് ഒക്കെ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് ആ 2 മോഡൽസിൻ്റെയും അല്ലെങ്കിൽ ആ 2 ടേബിളും നമുക്ക് ഡാറ്റാബേസിൽ ക്രിയേറ്റ് ആവണം. ഓക്കെ, അപ്പോൾ അത് രണ്ടും ആക്ച്വലി ക്രിയേറ്റ് ആവുന്നത് ഈ ഒരു അപ്ഡേറ്റ് ഡാറ്റാബേസ് കമാൻഡ് യൂസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ആക്ച്വലി ഉള്ളത് നമ്മുടെ ആപ്ലിക്കേഷൻ ലോജിക്കാണ്. കാരണം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ആപ്ലിക്കേഷൻ ലോജിക് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കൺട്രോളറിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ആക്ച്വലി ഇതൊരു ഡാറ്റാബേസ് അല്ലെങ്കിൽ ഡാറ്റ ഓറിയൻറ്റഡ് ഒരു സീരീസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ HTML അല്ലെങ്കിൽ വ്യൂസ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നതല്ല. ഓക്കെ, കാരണം നമുക്ക് ഇതിൻ്റെ ഈ ഒരു സീരീസിൻ്റെ തന്നെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഡാറ്റാബേസിൽ നിന്ന് EF എൻറ്റിറ്റി ഫ്രെയിംവർക്ക് യൂസ് ചെയ്ത് ഡാറ്റ എങ്ങനെ റീഡ് ചെയ്യാം, ജോയിൻസ് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എൻറ്റിറ്റി ഫ്രെയിംവർക്കിൻ്റെ ഫീച്ചേഴ്സ് ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിലൊരു HTML ലെയർ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു അതിൻ്റെ ഒരു അൺവാണ്ടഡ് കോംപ്ലക്സിറ്റി ആണ് ഇതിനകത്തേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളറിൽ
നമ്മൾ കുറച്ച് കോഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ കോഡ് എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വൽ ഫോം ഒന്നും ഇല്ലാത്തതുകൊണ്ട് റോ ആയിട്ടുള്ള ജേസൺ ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ആക്ച്വൽ ഇൻഡെക്സ് ഫയലിൽ ലോഡ് അയക്കുന്ന ജേസൺ ആണ് ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ടിങ് ടൈമിൽ കണ്ടത്. ഓക്കെ, ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ഇപ്പം ഇതിൽ student/index എന്ന് പറയുന്ന റൂട്ടിലാണ് നമ്മുടെ ഈ ഒരു സ്റ്റുഡൻറ് ഇൻഡെക്സ് ഇരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഡാറ്റ എവിടെ നിന്ന് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആസ് ഓഫ് നോ നമ്മൾ പറഞ്ഞു വ്യൂസ് അല്ലെങ്കിൽ HTML ഫോംസ് ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡാറ്റാബേസിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ മറ്റൊരു ആക്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്, സീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡാറ്റാബേസിൽ സീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റാബേസിലേക്ക് മാനുവലി കുറച്ച് ഡാറ്റ കയറ്റുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു ആക്ഷൻ സീഡ് എന്ന് പറയുന്ന ഒരു പേര് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ ആക്ച്വലി ഒരു എന്താ പറയുക സ്റ്റാറ്റിക് ആയിട്ട് നമ്മുടെ ഈ സ്റ്റുഡൻറ് മോഡലിലേക്ക് ഡാറ്റ ഫീഡ് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. ഓക്കെ, ഇത് ആക്ച്വലി DB കോണ്ടെക്സ്റ്റ് ക്ലാസ് യൂസ് ചെയ്തിട്ട് എൻറ്റിറ്റി ഫ്രെയിംവർക്ക് യൂസ് ചെയ്തുകൊണ്ട് ഡാറ്റ ആഡ് ചെയ്തിരിക്കുന്ന ഒരു കോഡാണ് കാണുന്നത്. അതായത് നമ്മുടെ ക്രിയേഷൻ സ്റ്റെപ്പാണ് കാണുന്നത്. ഓക്കെ, ഇതിലേക്ക് നെയിം ആൻഡ് ഇമെയിൽ പാസ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് ഈ ഒരു പുതിയ സ്റ്റുഡൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഫൈനലി ഈ ഒരു സേവ് ചേഞ്ചസ് കോണ്ടെക്സ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ട്രിഗർ ചെയ്യുമ്പോൾ ആണ് ആക്ച്വൽ ഡാറ്റാബേസിലേക്ക് ഡാറ്റ സേവ് ആവുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ റീഡയറക്ട് ടു ആക്ഷൻ ഇൻഡെക്സ്. ഓക്കെ, അതായത് നമ്മൾ ഡാറ്റ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡെക്സ് പേജിലേക്ക് ഇതിനെ റീഡയറക്ട് ചെയ്യുന്ന കോഡാണ് ഈ കാണുന്നത്. ഓക്കെ, ഇപ്പം ഞാനിവിടെ വേറെ എന്തെങ്കിലും ഒരു യൂസർ, ഓക്കെ, ഇപ്പോൾ ഇവിടെ യൂസർ ഒരെണ്ണം കൂടി ആഡ് ചെയ്ത് കാരണം ഇതൊരു സ്റ്റാറ്റിക് കോഡാണ്. സ്റ്റാറ്റിക് കോഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ തവണ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പുതിയ പുതിയ യൂസർ വന്നെങ്കിൽ നമ്മൾ ആ ഒരു കോഡ് മാനുവലി മാറ്റി കൊടുക്കണം. കാരണം ഇതൊരു ഫോമിൽ നിന്നല്ല ഇത് ക്രിയേറ്റ് ആവുന്നത്. ഓക്കെ, ഇത് ആപ്ലിക്കേഷൻ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു പുതിയ ചേഞ്ച് ആയത് ഈ പുതിയ യൂസറിനെ ഇൻസേർഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഇതിൽ സീഡിങ്ങിൻ്റെ URL എന്ന് പറയുന്നത് student/seed എന്ന് പറയുന്ന URL ആണ്. ഓക്കെ, ഈ ഒരു സീഡ് URL വിളിക്കുന്ന സമയത്ത് ഇൻസേർഷൻ സെക്കൻഡ് യൂസറിൻ്റെ ഇൻസേർഷൻ അവിടെ നടക്കുന്നു. അതിനുശേഷം ഇൻഡെക്സ് റൂട്ടിലേക്ക് അത് റീഡയറക്ട് ചെയ്ത് വിടുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് സെക്കൻഡ് യൂസർ ഈ പീറ്റർ എന്ന് പറയുന്ന യൂസർ ഈ ഒരു കോഡിൽ നിന്ന് നമുക്ക് ഡാറ്റാബേസിലേക്ക് ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾ ഈ ഒരു URL വീണ്ടും വീണ്ടും വിളിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി ആ സെയിം ഡാറ്റ, കാരണം നമ്മളൊരു സ്റ്റാറ്റിക് ഡാറ്റയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്, ആ സെയിം ഡാറ്റ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ്ലി ഇൻസേർട്ട് ആവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പീറ്റർ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് റിട്ടേൺ ആയിരിക്കുന്നത്. ഓക്കെ, റിയൽ ഒരു ആപ്ലിക്കേഷനിൽ ആക്ച്വലി ഈ ഒരു സീഡിങ്ങിന് പകരം ആക്ച്വലി അതൊരു ഡാറ്റാബേസ് ഫോം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫോമിൽ നിന്ന് ആക്ച്വലി യൂസർ എൻ്റർ ചെയ്യുന്ന ഡാറ്റ ആയിരിക്കും നമ്മൾ ഈ ഒരു സേവ് ചേഞ്ചസ് യൂസ് ചെയ്തിട്ട് ഡാറ്റാബേസിലേക്ക് ഇൻസേർട്ട് ആക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്കിത് വെരിഫൈ ചെയ്യണമെങ്കിൽ ഇവിടെ SQL സെർവർ ഒബ്ജക്റ്റ് എക്സ്പ്ലോററിൽ നമ്മൾ നേരത്തെ എടുത്ത് കാണിച്ചു തന്നായിരുന്നു. ഈ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഡാറ്റ ആക്ച്വൽ വന്നേക്കുന്ന ഡാറ്റ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ ഒരു ടേബിൾ നമ്മളിവിടെ ക്വറി ചെയ്യാണ്. ഓക്കെ, ഇത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഇതിപ്പോൾ റിഫ്രഷ് ചെയ്തപ്പോൾ നമുക്ക് അറ്റ് പ്രസന്റ് അപ്ഡേറ്റ് ചെയ്ത അല്ലെങ്കിൽ രണ്ടാമത് ഇൻസേർട്ട് ചെയ്ത ഡാറ്റയെല്ലാം ഡാറ്റാബേസിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ മറ്റൊരു ടേബിളും കൂടി ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ, അപ്പോൾ ആ ഒരു ടേബിളും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് മൈഗ്രേഷൻ ഹിസ്റ്ററിയാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞിരുന്നു. ഈ ഫ്രെയിംവർക്ക് എന്തിനാണ് മൈഗ്രേഷൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ടേബിൾ കീപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പം അത് ലൈവായിട്ട് നമുക്ക് നോക്കാം. ഈ മൈഗ്രേഷൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മുടെ എക്സിക്യൂട്ട് ചെയ്ത മൈഗ്രേഷൻ ഫയൽസിൻ്റെ ഒരു ഹിസ്റ്ററി ടേബിളിൽ കീപ്പ് ചെയ്ത് വെക്കും ഫ്രെയിംവർക്ക്. ഓക്കെ, ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ഈ മൈഗ്രേഷൻ ID എന്ന് പറയുന്നത് ആക്ച്വലി നമുക്കിവിടെ പ്രൊജക്റ്റിംഗ് സ്റ്റോപ്പ് ചെയ്യാം.
ഈ മൈഗ്രേഷൻ ഐ ഡി എന്ന് പറയുന്നത് ആക്ച്വലി ഈ മൈഗ്രേഷൻസിൻ്റെ ടൈം സ്റ്റാമ്പ് ബേസ് ചെയ്തിട്ടുള്ള ഈ ഫയൽ നെയിമാണ്. ഓക്കെ, ഇവിടെ ഈ വന്നിരിക്കുന്ന ഫയൽ നെയിം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിളിലെ ഡാറ്റ അല്ലെങ്കിൽ എത്ര മൈഗ്രേഷൻസ് ഓൾറെഡി എക്സിക്യൂട്ടഡ് ആയി എന്നുള്ളതാണ് ഈ ഒരു ടേബിളിൽ ഫ്രെയിംവർക്ക് കീപ്പ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ നെക്സ്റ്റ് ഒരു പുതിയ മോഡൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പെൻഡിങ് മൈഗ്രേഷൻസ് മാത്രം എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആദ്യം ഫ്രെയിംവർക്ക് ഈ ഒരു ലിസ്റ്റ് പോയി കണ്ടുപിടിക്കും. ആ ലിസ്റ്റിൽ ഓൾറെഡി എക്സിക്യൂട്ടഡ് ആണെങ്കിൽ പിന്നീട് നിങ്ങൾ ഡാറ്റാബേസ് അപ്ഡേറ്റ് അടിക്കുമ്പോൾ അത്രയും ഫയൽസിലെ മൈഗ്രേഷൻസ് സ്കിപ്പ് ചെയ്യും. ഓക്കെ, ബാക്കി പെൻഡിങ് ഏതൊക്കെ ഫയൽസ് ഉണ്ടോ ആ മൈഗ്രേഷൻസ് ആയിരിക്കും നെക്സ്റ്റ് എക്സിക്യൂട്ട് ആവുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ടീമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ജിറ്റിലി പുതിയ മൈഗ്രേഷൻസ് പുതിയൊരു യൂസറിലേക്കോ അല്ലെങ്കിൽ പുതിയൊരു സെർവറിലേക്കോ എത്തിക്കഴിഞ്ഞാൽ ഈ പെൻഡിങ് മൈഗ്രേഷൻസ് ഈ ഒരു ഫ്രെയിംവർക്കിന് കണ്ടുപിടിച്ച് പെൻഡിങ് മാത്രം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ആക്ച്വലി മൈഗ്രേഷൻസ് ഇന്റേണലി വർക്ക് ചെയ്യുന്നത്. ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പല സ്റ്റുഡൻസും ഇത് ആക്ച്വലി ഇതൊക്കെ കമാൻഡ് അടിക്കുന്ന ഔട്ട്പുട്ട് കിട്ടുന്നു എന്ന ലെവലിലാണ് പലരും മനസ്സിലാക്കി വെക്കാറ്. പക്ഷേ ആക്ച്വലി ഇന്റേണലി ഈ ഒരു ടേബിൾ വെച്ചിട്ട് കീപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു മൈഗ്രേഷൻസിൻ്റെ ഫർദർ ഓപ്പറേഷൻസ് ഫ്രെയിംവർക്ക് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോയി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കൺസെപ്റ്റ് കവർ ചെയ്തു. പക്ഷേ ഇത് ഒരു സ്പ്ലിറ്റഡ് വീഡിയോ ആക്കി ചെയ്ത് കഴിഞ്ഞാൽ ഒരു കംപ്ലീഷൻ വീഡിയോയ്ക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ സിംഗിൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാനുള്ള കാരണം. ഇപ്പം എല്ലാവരും ഒരു ബേസിക് മോഡൽ ക്രിയേറ്റ് ചെയ്ത് നോക്കിയിട്ട് ഈ എക്സാക്ട് ഒരു ടേബിൾ ക്രിയേഷനും ഒരു ബേസിക് ജേസൺ ഡാറ്റ വെച്ചിട്ടുള്ള ഈ ഒരു ഡാറ്റ ഇൻസേർഷനും ചെയ്തു നോക്കുക. നമുക്ക് അടുത്ത വീഡിയോ മുതൽ ഈ ഒരു എൻറ്റിറ്റി ഫ്രെയിംവർക്കിൻ്റെ ഈ കൊറിയിങ് പാർട്ടും ഇൻസേർഷൻ പാർട്ടും പല രീതിയിൽ എങ്ങനെ ചെയ്യാം, ജോയിൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നൊക്കെ ഉള്ളതായിരിക്കും നമ്മൾ നോക്കുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ .NET MVC സീരീസിൻ്റെ ഒരു പാരലായിട്ട് ചെയ്യുന്ന സീരീസാണ്. കാരണം അതിൽ നമ്മൾ റിയൽ വേൾഡ് പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഡാറ്റാബേസ് പാർട്ട് സ്ട്രോങ് ആക്കി വെക്കാനാണ് നമ്മൾ ഈ ഒരു സീരീസ് പാരലലി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഒരു പേജിൽ കാണുന്നതാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റിൻ്റെ സോഴ്സ് കോഡ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സോഴ്സ് കോഡിൽ ചേഞ്ചസ് നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ പേജിൻ്റെ ലിങ്ക് ഇത് ജിറ്റബിലെ കമ്മിറ്റ് ഹാഷ് ആണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ. ഈ ഒരു കോഡ് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഓട്ടോ ജനറേറ്റഡ് ഫയൽസ്, അതായത് ഈ മൈഗ്രേഷൻ ഫയൽസ് ഒന്നും നിങ്ങൾ മാനുവലി കഴിയുന്നതും എഡിറ്റ് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങളുടെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ നെയിം സ്പേസും ബാക്കി കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു കോഡ് കോപ്പി ചെയ്യുന്ന സമയത്ത് നെയിം സ്പേസ് ഒക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പ്രൊജക്റ്റിൻ്റെ നെയിം വെച്ചിട്ട് തന്നെ കൊടുക്കുക. ബാക്കി കാര്യങ്ങൾ മാത്രം ഇവിടെ സ്റ്റക്ക് ആണെങ്കിൽ ഒന്ന് റെഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു അപ്കമിങ് വീഡിയോസിലെല്ലാം ഈ ഒരു ജിറ്റബിൻ്റെ ലിങ്ക് ഇതിനകത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ലിങ്കും കൂടി ഫോളോ ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ഇൻ കേസ് സ്റ്റക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്യൂസ് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ.